everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, നാലാം സമ്മാനം, അഞ്ചാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 1 ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം ആയിരുന്നു അല്ലേ? ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2026. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ എളുപ്പമാണല്ലോ. ആൻസേഴ്സ് ഒക്കെ നോക്കണ്ടേ? നോക്കാം. യെസ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാമെന്നുള്ളതാണല്ലേ. ഇവിടെ വയലുണ്ട്, പുഴ കാണുന്നുണ്ട്, കിണർ കാണുന്നുണ്ട്, കുളം കാണുന്നുണ്ട്. വയൽ ചേർത്തിട്ട് ദാ നോക്കിയേ, ഒരു 3 വരിയുണ്ട്. മഴ പെയ്യുന്നു, വയൽ നിറയുന്നു, തിന്തകത്തിന്താര. അപ്പൊ ഇത് പുഴയാണ്. എങ്ങനെ എഴുതാം? മഴ പെയ്യുന്നു, തിന്തകത്തിന്താര, ഇത്രയുണ്ട്. ബാക്കി നമ്മൾ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാ? മഴ പെയ്യുന്നു, എന്താ നിറയുന്നേ? ഇവിടെ വയൽ നിറയുന്നു. ഇവിടെ എന്താ നിറയുന്നേ മഴ പെയ്യുമ്പോ? ഇതെന്താണ്? പുഴ. അപ്പൊ എന്താ എഴുതുക? പുഴ നിറയുന്നു, തിന്തകത്തിന്താര. ഇത് എളുപ്പമല്ലേ? മഴ പെയ്യുന്നു, കിണർ നിറയുന്നു, തിന്തകത്തിന്താര. മഴ പെയ്യുന്നു, കുളം നിറയുന്നു, തിന്തകത്തിന്താര. കണ്ടോ? ഇതായിരുന്നു ഉത്തരം. പുഴ നിറയുന്നു, കിണർ നിറയുന്നു, കുളം നിറയുന്നു. ഓക്കെ, എല്ലാവരും ശരിയായിട്ട് എഴുതിയല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ? പച്ചക്കറിത്തോട്ടം തരം തിരിക്കാം. ഇവിടെ വള്ളിച്ചെടികളും ഉണ്ട്, ചെടികളും ഉണ്ട്. വള്ളിയിൽ കായ്ക്കുന്ന കായ്കളും ചെടിയിൽ കായ്ക്കുന്ന കായ്കളും. ഇതെല്ലാം ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളിയിൽ കായ്ക്കുന്ന കായ്കൾ എന്തൊക്കെയാ? ഇവിടെ എന്തൊക്കെയാ എഴുതാൻ പറ്റുക? തക്കാളി, നോ. കുമ്പളങ്ങ, യെസ്. അപ്പൊ ഏതൊക്കെയാ? മത്തൻ, കുമ്പളങ്ങ, പയർ, പാവയ്ക്ക, വെള്ളരി. ഏതൊക്കെയാണ്? മത്തൻ, കുമ്പളങ്ങ, പയർ, പാവയ്ക്ക, വെള്ളരി. ഇതെല്ലാം എവിടെ ഉണ്ടാവുന്നേ? വള്ളിച്ചെടിയിലാണ് ഉണ്ടാവുന്നത്. ഇനി ചെടിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാണ്? തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന, ബീൻസ്. ഇതെവിടെ ഉണ്ടാവുക? ചെടിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ശരിയായിട്ട് എല്ലാവരും എഴുതിയില്ലേ? വള്ളിയിൽ ഉണ്ടാവുന്നതും 5 എണ്ണം ഉണ്ട്, വള്ളിയിൽ ഉണ്ടാവുന്ന 5 എണ്ണം ഉണ്ട്, ചെടിയിൽ ഉണ്ടാവുന്ന 5 എണ്ണം ഉണ്ട്. ശരിയായിട്ട് എഴുതിയല്ലോ. ബീൻസ് തെറ്റിച്ചോ ആരെങ്കിലും? തെറ്റിപ്പോയവർ ശ്രദ്ധിക്കുക കേട്ടോ. ബീൻസ് ചെടിയിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. മൂന്നാമത്തത് പട്ടണ കാഴ്ചകൾ. ഇന്നലെ ടീച്ചർ പറഞ്ഞതാ പട്ടണത്തിലെ കാഴ്ചകൾ. ഉയരമുള്ള കെട്ടിടങ്ങൾ, നിരനിരയായി കാണുന്ന കടകൾ, റോഡ് നിറയെ വാഹനങ്ങൾ, അവ പുകതുപ്പി ചീറിപ്പായുന്നു, വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന പോലീസുകാർ, തിക്കും തിരക്കും കൂട്ടുന്ന ആളുകൾ, അലാറം മുഴക്കി പോകുന്ന ആംബുലൻസ്, വാഹന തിരക്കിൽ പ്രയാസപ്പെടുന്ന കാൽനട യാത്രക്കാർ.
അപ്പൊ ഇത് പട്ടണത്തിലെ കാഴ്ചകളാണ്. പട്ടണത്തിലെ 2 കാഴ്ചകൾ എഴുതൂ. ഇഷ്ടമുള്ള കാഴ്ചകൾ എഴുതാം. നമ്മുടെ എല്ലാം പട്ടണത്തിലെ കാഴ്ചകളാണ്. ഏത് 2 വരി എഴുതിയാലും ശരി തന്നെയാണ്. എന്താ? ഉയരമുള്ള കെട്ടിടങ്ങൾ, നിരനിരയായി കാണുന്ന കടകൾ, ഇതെല്ലാം പട്ടണത്തിലെ കാഴ്ചകളാണ്. വേറെ എഴുതിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന പോലീസുകാർ, തിക്കും തിരക്കും കൂട്ടുന്ന ആളുകൾ, ഇതൊക്കെ എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന പോലീസുകാർ. ആംബുലൻസ് എങ്ങനെയാണ് പോയത്? അലാറം മുഴക്കി പോകുന്ന ആംബുലൻസ്, അലാറം മുഴക്കിക്കൊണ്ട്. വാഹനത്തിരക്കിൽ പ്രയാസപ്പെടുന്നത് ആരാ? കാൽനടയാത്രക്കാർ. ആരാണ്? കാൽനടയാത്രക്കാർ. അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതിയല്ലോ. എഴുതി. 4ാമത്തെ ചോദ്യം, തൊഴിലുകൾ, വേഷങ്ങൾ കണ്ടെത്താം, എഴുതാം. പട്ടാളക്കാരൻ, ടീച്ചർ, പോലീസ്, തയ്യൽക്കാരൻ, നഴ്സ്, കണ്ടക്ടർ, പെയിന്റർ, ഡോക്ടർ. ഇതിൽ ആർക്കൊക്കെയാണ് യൂണിഫോം വേണ്ടത്? യൂണിഫോം വേണ്ട തൊഴിലുകൾ ഏതൊക്കെ? പട്ടാളക്കാരന് വേണമല്ലോ, പോലീസിന് വേണ്ടേ, നേഴ്സിന് വേണ്ടേ, കണ്ടക്ടറിന് വേണ്ടേ, ഡോക്ടറിന് വേണ്ടേ? നിങ്ങളുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സ് യൂണിഫോം ഇട്ടാണോ വരുന്നത്? അല്ല. നിങ്ങൾ തുണി തയ്ക്കാൻ പോകുന്ന സ്ഥലത്ത് തയ്യൽക്കാരൻ യൂണിഫോം ഇട്ടാണോ? അല്ല. വീട്ടിൽ പെയിന്റ് ചെയ്യാൻ വരുന്ന പെയിന്റർ യൂണിഫോം ഇട്ടാണോ വരിക? അല്ല. അപ്പൊ യൂണിഫോം വേണ്ട തൊഴിലുകൾ ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. പട്ടാളക്കാരൻ, പോലീസ്, ഡോക്ടർ, നേഴ്സ്, കണ്ടക്ടർ. എഴുതിയില്ലേ? എഴുതി. പാർക്കിലേക്ക് നിറം നൽകാം, വിവരണം എഴുതാം, ചെറു വിവരണം എഴുതാം. നിറം നൽകാൻ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ബലൂൺ കച്ചവടക്കാരനുണ്ട്. ഇതാ നോക്കിയേ, കുളത്തിൽ എന്ത് ചെയ്യാണ്? വഞ്ചി തുഴയുന്നുണ്ട്, ചെടികൾ കാണുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, സീസ കളിക്കുന്നുണ്ട്, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. മരത്തിൽ ഒരു കുരങ്ങനെ കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇതെല്ലാം ചേർത്ത് എന്തൊക്കെ കാണുന്നു എന്ന് വിവരണം എഴുതണം. കുറഞ്ഞത് 4 സെന്റൻസ് എങ്കിലും എഴുതണം കേട്ടോ. 4 വാക്യം എഴുതണം ഏറ്റവും കുറഞ്ഞത്. എല്ലാം ഓരോ വാക്കുകളുടെ ഇടയ്ക്ക് എന്താ ഗ്യാപ്പ് ഇട്ട്, അതായത് അകലം പാലിച്ചു വേണം എഴുതാനായിട്ട്. എന്നാലേ ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. ടീച്ചർ പറഞ്ഞല്ലോ ക്ലാസ്സിൽ. നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞില്ലേ? യെസ്. ഇതൊരു മനോഹരമായ പാർക്കാണ്. ആദ്യം ഇതെന്താണെന്ന് എഴുതുക. പാർക്ക് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു മനോഹരമായ പാർക്കാണ്. കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഊഞ്ഞാലാടുന്നു, മറ്റു ചിലർ സീസോയിൽ കളിക്കുന്നു. കുളത്തിൽ വഞ്ചി തുഴയുന്നുണ്ട്, ഒരാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്, മരത്തിന് മുകളിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നു, ധാരാളം ചെടികളും പൂക്കളും പാർക്കിലുണ്ട്, ബലൂൺ കച്ചവടക്കാരൻ ബലൂൺ വിൽക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യാം? എഴുതാം. ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം ചേർത്ത് എഴുതുക. ആദ്യം ഇത് എന്താണെന്ന് എഴുതുക. ഇതൊരു മനോഹരമായ പാർക്കാണ്, ഇതൊരു പാർക്കാണ്. എന്നിട്ട് ഇവിടെ ഓരോന്ന് കാണുന്നത് എഴുതണം. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ ഊഞ്ഞാലാടുന്നു, മറ്റു ചിലർ സീസോയിൽ കളിക്കുന്നു, കുളത്തിൽ വഞ്ചി തുഴയുന്നുണ്ട്, ഒരാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്, മരത്തിന് മുകളിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നു, ബലൂൺ കച്ചവടക്കാരൻ ബലൂൺ വിൽക്കുന്നു, പാർക്കിൽ ധാരാളം ചെടികളും പൂക്കളും കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇരിപ്പിടം കാണുന്നുണ്ട് കേട്ടോ. പാർക്കിൽ ഇരിക്കുവാൻ ഇരിപ്പിടമുണ്ട്. ഇതൊക്കെ നമുക്ക് എഴുതാം. മനസ്സിലായോ? എല്ലാവരും എഴുതിയോ? നല്ലതുപോലെ എഴുതിയോ? നിങ്ങൾ 4 സെന്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ 1ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഡേ 1 എക്സാം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വൈകുന്നേരം വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി
വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നും മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.